പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ നൊയമ്പ് കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിതിനെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നു. ഓശാന ഞായറാഴ്ച അഥവാ കുരുത്തോല തിരുനാൾ എന്ന് നമ്മൾ പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ ദിവസം എന്താണ് ഇതിന് ആസ്പദമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷത്തിലെ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് കുറച്ച് സമയം കൊണ്ടൊന്ന് ധ്യാനിക്കുകയാണ് ഇന്ന് നമ്മളുടെ ലക്ഷ്യം. നമുക്കൊരു നിമിഷം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും വിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ശക്തി എന്നിൽ വന്നു കഴിയുമ്പോഴാണ് എൻ്റെ അധരങ്ങൾക്ക് വചനം പ്രഘോഷിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാതുകൾ നല്ല സുവിശേഷം സ്വീകരിക്കുവാനായിട്ട്, കാതുകൾ നല്ല കേൾവിയുള്ളതായി മാറുവാൻ, അതുവഴി അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അത് ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും കണ്ണുകളെ, കാതുകളെ, ഹൃദയങ്ങളെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ എല്ലാവരിലും വന്ന് നിറയണമേ, ശക്തീകരിക്കണമേ. പരിശുദ്ധ അമ്മയെ പോലെ ഈ വചന വ്യാഖ്യാനങ്ങളും സുവിശേഷ ഭാഗങ്ങളും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിന് മുന്നോടിയായി യേശു ക്രിസ്തു സമരിയായിലൂടെ ജെറിക്കായിലൂടെയൊക്കെ സഞ്ചരിച്ച് ജെറുസലേം പട്ടണത്തിലെത്തുമ്പോൾ ഒലിവ് മലയുടെ അടുത്തുകൂടിയിട്ടുള്ള യാത്രയാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുക. ഈ യാത്രയിൽ ബഥനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈശോ വരികയാണ്. അവിടെ വരുമ്പോൾ തങ്ങളുടെ ശിഷ്യന്മാരോട് ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അടുത്ത് കാണുന്ന ഗ്രാമത്തിൽ പോയി നിങ്ങൾ അവിടെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരണം. എന്താണ് ഈ കഴുതയെ നിങ്ങൾ അഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ആ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിലുമാണ് ഇതിനെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാർക്ക് കിട്ടിയ കൽപ്പന അനുസരിച്ച് അവർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വീടിന്റെ മുൻപിൽ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിന് കൂടെ ഒരു കുട്ടിയെയും. ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. വെള്ളം ചുമന്നു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയൊക്കെ നിങ്ങൾ കാണുമെന്ന് പിന്നീട് ഈശോ പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭവനത്തിന്റെ മുൻപിൽ എത്തുമ്പോൾ ഒരു കഴുതയെ കാണുന്നു, അതിനടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന്റെ ഉടമസ്ഥൻ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ കഴുതക്കുട്ടിയായി അഴിച്ചു കൊണ്ടുപോകുന്നത്? ഇത് ഞങ്ങളുടെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ ആജ്ഞ അനുസരിച്ച് പറഞ്ഞ വാക്കുകൾ ആ ശിഷ്യന്മാരോട് ഇതിന്റെ ഉടമസ്ഥനോട് പറഞ്ഞപ്പോൾ എതിർപ്പൊന്നും കൂടാതെ അദ്ദേഹം അതിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ കഴുതയെയും കൊണ്ട് ശിഷ്യന്മാർ വരുന്നു. അവൾ വളരെ സന്തോഷത്തോടു കൂടി ഈ കഴുതയുടെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു വിരിച്ച് ഈശോയെ അതിന്റെ പുറത്ത് കയറ്റിയിരുത്തിയിട്ട് ഈ കഴുതയുടെ പുറത്തിരുന്നിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ യാത്രയെയാണ് ഇന്ന് നമ്മൾ ഓശാന അഥവാ കുരുത്തോല പെരുന്നാൾ എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ജെറുസലേമിലേക്കുള്ള ഈ യാത്രാ മധ്യേ വളരെ ജനങ്ങള് ഇത് കാത്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ യേശുവിന്റെ ഈ വരവ് കണ്ടപ്പോൾ ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ യേശു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുള്ളവരെ, ആ അത്ഭുതങ്ങൾ ഏറ്റുവാങ്ങിയവരും അടയാളം കണ്ടവരും രോഗസൗഖ്യങ്ങൾ ലഭിച്ചവരുമായ നിരവധി പേരാണ് അവിടെ യേശുവിനെ എതിരേൽക്കാനായിട്ട് കടന്നു വരുന്നത്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അവരാഹ്ലാദം കൊണ്ട് നിറഞ്ഞുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ ഒലിവ് ചില്ലകൾ വെട്ടിയിട്ട് തങ്ങളുടെ വസ്ത്രങ്ങൾ യേശു കഴുതയുടെ പുറത്ത് നടന്നു പോകുന്ന ആ വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് യേശുവിനെ സ്വീകരിക്കുന്നതിന്റെ ഓർമ്മയാണ് ഈ ഓശാന ഞായർ അഥവാ കുരുത്തോല തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവിടെ നിന്നുള്ള യേശുവിന്റെ യാത്ര
ചെന്ന് അവസാനിക്കുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ ഉള്ളിലേക്കാണ്. യേശു അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ദേവാലയത്തിന്റെ ഉള്ളിൽ നിറയെ കച്ചവടക്കാരും പ്രാവുകളെ വിൽക്കുന്നവരും നാണയമാറ്റക്കാരും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ യേശുവിന്റെ ഹൃദയം ജ്വലിച്ചു. കാരണം ദേവാലയം സകല മനുഷ്യർക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടുന്ന ഈ ദേവാലയം മുറ്റത്തെ ഈ കച്ചവടക്കാരെല്ലാവരും ചേർന്ന് അവരുടെ ആർത്തി മൂത്ത് അതിനെ ഒരു അശുദ്ധിയുടെ ഒരു ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ്. തന്റെ പിതാവിന്റെ ആലയത്തിൽ കാണുന്ന ഈ അശുദ്ധിയെ കണ്ട് യേശു അവിടെ കോപാകുലനായി തീരുകയാണ്. മറ്റൊരു സ്ഥലത്തും യേശു ദേഷ്യപ്പെടുന്നതോ ആരെങ്കിലും ശകാരിക്കുന്നതോ ഓടിപ്പിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ ദേവാലയത്തെ അശുദ്ധമാക്കിക്കൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരെ യേശു ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെ നിന്ന് അവരെ അടിച്ച് ഓടിപ്പിച്ചു. നാണയമാറ്റക്കാരുടെ മേശ മറിച്ചിട്ടു. പ്രാവുകളെ വിറ്റിരുന്നവരോട് പറഞ്ഞു ഇതിനെ ഇവിടുന്ന് എടുത്തുകൊണ്ടു പോകണം എന്നൊക്കെ പറഞ്ഞ് ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ യേശു ചെയ്തത്. ഇതോടെ യേശുവിന്റെ ഈ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മള് യേശുവിന്റെ ഈ യാത്രയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ യേശു കടന്നു പോകുന്ന വഴികളെ കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. യേശു സമരിയയിലൂടെയാണ് ആദ്യം നടന്നു വരുന്നത്. ആ വരുന്ന സ്ഥലത്ത് 10 കുഷ്ഠരോഗികൾ ഇരുന്ന് ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞപ്പോൾ ആ 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തി അയക്കുന്നു. അവരെ ദേവാലയത്തിൽ ചെന്ന പുരോഹിതന് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. കുഷ്ഠരോഗികൾ നടന്നു പോകുന്ന വഴിക്ക് 10 പേരും സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ തനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ 10 പേരിൽ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന് ക്രിസ്തുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈശോയോട് ചോദിക്കുന്നുണ്ട്, 10 പേരെയല്ലേ സുഖപ്പെടുത്തിയത്, 9 പേരെവിടെ പോയി? ഈ വിജാതീയന്, ഈ സമരിയക്കാരന് മാത്രമല്ലേ വന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ? ഇവിടെയാണ് ജെറുസലേം രാജകീയ പ്രവേശനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഈ സമരിയയില് യേശു പ്രവേശിച്ചു പോകുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. കാരണം സമരിയയിൽ വസിക്കുന്ന ജനങ്ങളും ഇസ്രായേൽ ജനം യഹൂദരുമായിട്ട് യാതൊരു സമ്പർക്കത്തിലും കഴിയുന്നവരല്ല. ഈ സമരിയക്കാരെ മുഴുവനും മാറ്റി നിർത്തി അശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട് അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ സമരിയയിൽ വസിക്കുന്നത്. യേശു തന്റെ രാജകീയ പ്രവേശനത്തിന് വേണ്ടി ജെറുസലേം യാത്രയില് അതിന്റെ ആരംഭം കുറിക്കുന്നത് ഈ സമരിയയിലൂടെ കടന്നുപോയിട്ടാണ്. ആരെയാണോ അവഹേളിക്കപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ജെറുസലേമിൽ യഹൂദന്മാര് അകറ്റി നിർത്തിയിരിക്കുന്ന ഈ സമരിയയാണ് ആദ്യമായിട്ട് യേശു തന്റെ യാത്രയിൽ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് ഒരു വിശുദ്ധീകരണം അവിടെ നടത്തിക്കൊണ്ടാണ് യേശു തന്റെ യാത്ര തുടരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, പിന്നെ യേശു പോകുന്നത് ഈ ജെറിക്കോ പട്ടണത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഈ ജെറിക്കോയിലൂടെ യേശു ജെറിക്കോയുടെ വഴി അരികിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു അന്ധനായ യാചകൻ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നതാണ് നമ്മൾ ഇത് കാണുക. ലൂക്കായുടെ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായത്തില് ഈ ഒരു രംഗം അവിടെ സുവിശേഷകൻ വിവരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഈ ജെറിക്കോയെ സമീപിക്കുവാനായിട്ട് അതിന്റെ വഴിയരികിലേക്ക് വരുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ആർപ്പ് വിളി ആ ഇരിക്കുന്ന യാചകൻ കേൾക്കുകയാണ്. ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ട് ഈ അന്ധയാചകൻ അവിടെ കൂടിയിരുന്ന മനുഷ്യരോട് ചോദിക്കുന്നതാണ്, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് ഈ ശബ്ദം, എന്താണ് ഈ കോലാഹലങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, നസറായനായിട്ടുള്ള യേശു ഇതുവഴി വരുന്നു എന്ന്. യേശുവിനെ കുറിച്ച് ഇവൻ ധാരാളം കേട്ടിട്ടുണ്ട്. അന്ധനായത് കാരണം കൊണ്ട് അവൻ കാണാൻ സാധിക്കുന്നില്ല. അവന് ജെറിക്കോയുടെ വഴിയരികിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുകയില്ല. കാരണം അവൻ അന്ധന.
അവൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. തിക്കും തിരക്കൊക്കെ കേട്ടപ്പോൾ നന്നായി ഭിക്ഷ കിട്ടും എന്നുള്ള ഒരാഗ്രഹമാണ് അവന്റെ മനസ്സിൽ ഉദിച്ചത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് നസറായനായ യേശു ആണെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവന്റെ ഭിക്ഷയാടനത്തിനെ കുറിച്ച് അവൻ മറന്നു. യേശുവിന്റെ പേര് കേട്ട മാത്രയിൽ അവന്റെ ഹൃദയം ജ്വലിച്ചു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുക, ദാവീദിന്റെ പുത്ര, നീ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞവൻ ഉറക്കെ നിലവിളിച്ചു. അനേകം വ്യക്തികൾ യേശുവിന്റെ ചുറ്റും കൂടി തിക്കും തിരക്കും ബഹളവുമായിട്ട് കടന്നു പോകുന്നതിന്റെ ഇടയിലാണ് ഈ യാചകനായിട്ടുള്ള മനുഷ്യൻ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞത്. അനേകര് വിളിക്കുന്നുണ്ട്, എല്ലാവരും യേശുവിനെ കുറിച്ച് സ്തുതിക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികള് യേശുവിന്റെ പിന്നാലെ നടന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നിന്ന് വിശ്വാസത്തോടുകൂടി ഒരുവൻ ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചപ്പോൾ ആ വിളി യേശു സ്വീകരിച്ചു. പ്രിയ സഹോദരങ്ങളെ, അവന്റെ മുന്നിൽ യേശു നിന്നു. ഹൃദയം നൊന്ത് വിളിക്കുന്നവന് മുമ്പിലൂടെ യേശു അവനെ മറികടന്നു പോകുന്നവനല്ല. ഈ അന്ധനായ യാചകന്റെ നിലവിളി കേട്ടപ്പോൾ യേശു അവിടെ നിന്നു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്. അവനെ അടുത്തു വരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവന്റെ പുറങ്കുപ്പായും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ തുള്ളിച്ചാടി യേശുവിന്റെ അരികിലെത്തിയപ്പോൾ ഈശോ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, കർത്താവെ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്ന് അവൻ പറയുന്നു. നിന്റെ വിശ്വാസം പോലെ നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് യേശു പറഞ്ഞ നിമിഷം അവന്റെ കണ്ണുകൾ തുറന്ന് അവൻ യേശുവിനെ കണ്ടു, ജനക്കൂട്ടത്തെ കൊണ്ടു. അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജെറിക്കോയിലേക്ക് യേശു പ്രവേശിക്കുന്ന മാത്രയും ഒരു അന്ധന്റെ കണ്ണ് തുറന്നത് എന്തുകൊണ്ട്? യേശുവിന്റെ യാത്രയില് അനേകരുടെ കണ്ണുകൾ തുറന്ന്, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് യേശുവിനെ സ്വീകരിക്കുവാനുള്ള ഒരു സമയമാണത്. അപ്പോൾ നമ്മള് ജെറിക്കോയുടെ വഴിയരികില് ഈ അന്ധയാചകനെ യേശു സുഖപ്പെടുത്തുമ്പോൾ ഈ ജെറിക്കോയെ കുറിച്ച് നമ്മളൊന്ന് അറിയണം, പഠിക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം. ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ് ഈ ജെറിക്കോയെ കുറിച്ചിട്ടുള്ള ഒരു വാക്ക് ഈശോ പറയുന്നത്. അതല്ലെങ്കിൽ ജെറിക്കോ എന്ന പട്ടണത്തിനെ കുറിച്ച് നമ്മൾ അതിനെ ധ്യാനിക്കണം, അത് അറിയണം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി യേശുവിന്റെ കൂടെയുള്ള ഈ യാത്രയെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. ജെറിക്കോ എന്ന് പറയുന്നത് വലിയൊരു കോട്ട കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു നഗരമാണ്. അതിന്റെ ഉള്ളിലുള്ള ജനങ്ങളാകട്ടെ ഭൂമിയും ആകാശവും സമസ്തവും സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തെ അറിയാതെ, മാനിക്കാതെ, ആരാധിക്കാതെ പാപത്തിന്റെ പറുദീസായിൽ മുങ്ങി ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ജെറിക്കോ നഗരത്തിന്റെ ഉള്ളിൽ ആയിരിക്കുക. ഇവരുടെ പാപങ്ങൾ ഒരു മുറവിളിയായി ദൈവസന്നിധിയിലെത്തിയപ്പോൾ ഈ ജെറിക്കോ പട്ടണം നശിപ്പിക്കാനുള്ള ഒരു തീരുമാനം ദൈവമെടുക്കുകയാണ്. അത് ജോഷുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജെറിക്കോ പട്ടണം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അവിടെ നീ ചെല്ലുമ്പോൾ ജെറിക്കോ കോട്ട തകർത്ത് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ജെറിക്കോയുടെ ഉള്ളിലുള്ള ഒരു ജീവജാലത്തെയും ആ ജീവനോടെ വെച്ചേക്കരുത്. സകലത്തെയും, മനുഷ്യനെ, കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ, സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം വാളിനിരയാക്കി അതിലത്തെ വസ്തുവകകള്, മൃഗങ്ങളെ, ആടുമാടുകളെയെല്ലാം വെട്ടി അരിഞ്ഞു വീഴ്ത്തി അത് ദൈവത്തിന് ഒരു ദഹന ബലിയായി നീ അർപ്പിക്കണം. ഇതായിരുന്നു കൽപ്പന. അതനുസരിച്ച് ഇസ്രായേൽ ജനത്തിലെ 2 പേരെ ഒറ്റുകാരായിട്ട് ഈ ജെറിക്കോ പട്ടണത്തിലേക്ക് അയക്കുന്നു. അവർ അവിടെ ചെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് തിരിച്ചു വന്ന് ജോഷുവയോട് അവിടെയുള്ള സകല കാര്യങ്ങളെ കുറിച്ചും വിവരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ചെന്ന് ആ ജെറിക്കോ കോട്ടയെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് ഈ ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറിക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളവിടെ കാണുന്നത് ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്.
ആ ജെറീക്കോ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെന്നുകൂടുകയാണ്. ഇസ്രായേൽ ജനത്തിന് കൊടുത്തിട്ടുള്ള കൽപ്പന ഇതാണ്: നിങ്ങൾ ഇസ്രായേൽ ജനം മുഴുവനും ചെന്ന് പുരോഹിതന്മാരോട് കൂടെ ചെന്ന് ഈ ജെറീക്കോ പട്ടണത്തെ 7 പ്രാവശ്യം വലം വെക്കണം. 7ാമത്തെ പ്രാവശ്യം വലം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ചേർന്ന് ആർത്ത് അട്ടഹസിക്കണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ജെറീക്കോ പട്ടണത്തിന്റെ വാതിലുകൾ തുറക്കുകയും അതുപോലെ പട്ടണത്തിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്ന കോട്ടകൾ നിങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്യും. ഇസ്രായേൽ ജനം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവം പറഞ്ഞതുപോലെ ജെറീക്കോ കോട്ടയ്ക്ക് 7 പ്രാവശ്യം വലം വെച്ച് അട്ടഹസിക്കുമ്പോൾ മറ്റൊന്നുകൊണ്ടുമല്ല, അവിടെ ജെറീക്കോ കോട്ടയുടെ മതിലുകള് തന്നെ ഇടിഞ്ഞു വീണ് ഇസ്രായേൽ ജനത്തിന് അതിലേക്ക് കടക്കുവാനുള്ള ഒരു വഴി ദൈവത്തിന്റെ കരങ്ങൾ വഴി അവിടെ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും ഈ ജെറീക്കോ കോട്ടയിലെ ജനങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, തിന്മയുടെ ശക്തികളെ, തിന്മ ചെയ്ത് ജീവിക്കുന്നവരെ, പാപത്തിന് മാത്രം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, ദൈവത്തെ മാനിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് മനുഷ്യ മനസ്സുകൾ ചിന്തിക്കാതെ ധ്യാനിക്കാതെ പോകുന്ന ഒരു പ്രദേശത്തെയും ഈ പഴയ നിയമഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ ദൈവം ബാക്കി വെച്ചിട്ടില്ല. ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ദേശങ്ങളെയെല്ലാം ഇസ്രായേൽ ജനത്തിന് ദാനമായി കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദാനം അനുസരിച്ചാണ് ഈ ജെറീക്കോ നഗരം കീഴടക്കാൻ ചെന്നപ്പോൾ തമ്പുരാന്റെ ഇടപെടൽ മൂലം ജെറീക്കോ പട്ടണത്തിന്റെ മതിലുകൾ അവിടെ ഇടിഞ്ഞു വീണ് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ജെറീക്കോ തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ജെറീക്കോയുടെ മുമ്പിലൂടെയാണ് ഇനി യേശുക്രിസ്തുവിന്റെ യാത്ര. അതുകൊണ്ട് ഓശാന ഞായറാഴ്ച കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച നമ്മൾ ഈ ജെറീക്കോയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ധ്യാനിക്കുവാനും നമുക്ക് സമയം കണ്ടെത്താം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങാം. ഈ ജെറീക്കോ കോട്ടയുടെ പതനത്തെക്കുറിച്ചും അതിന് പിന്നീട് സംഭവിച്ചതിനെ കുറിച്ചും നമ്മൾ നാളെ തീർച്ചയായിട്ടും ധ്യാനിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സ്തുതി പറയുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.